നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, എനിക്ക് ശേഷം ലോകത്ത് ഞാൻ ഭരിച്ച മോഡലിൽ ഭരണം നടത്തുന്നത് 30 വർഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഹബീബായ തങ്ങൾ ലോകത്തേക്ക് പടർത്തിയ നീതിയുടെയും ന്യായത്തിൻ്റെയും ധാർമ്മികതയുടെയും വെളിച്ചം കെടാതെ ലോകത്ത് ഭരണം നടത്തുന്നത് 30 വർഷമായിരിക്കും എന്നാണ്. അതിൽ 29.5 വർഷമാണ് അൽ ഖുലഫാ റാഷിദീൻ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവർ ഭരണം നടത്തിയത്. അവശേഷിക്കുന്ന 6 മാസം ഭരണം നടത്തിയത് മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ആണ്. ഹസൻ ഹുസൈനിൽ നിന്നുള്ള ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസം ഭരണം നടത്തി. ആ ഭരണത്തിന് ശേഷം മഹാനായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിക ഭരണകൂടം ഒഴിഞ്ഞു കൊടുക്കുന്നു. മുആവിയ തങ്ങൾ നല്ല രൂപത്തിൽ ഭരണം നടത്തുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ മകനായ യസീദ് ബിൻ മുആവിയ എന്ന് പറയുന്നവർ ഇസ്ലാമിക ഖിലാഫത്ത് സ്വയം പ്രഖ്യാപിതമായി ഏറ്റെടുക്കുന്നു. അന്ന് കൂഫയാണ് ഭരണത്തിന്റെ ആസ്ഥാനം. യസീദ് ബിൻ മുആവിയയുടെ ഭരണത്തിലൂടെ ലോകം പിന്നീട് കണ്ടത് ലോകത്തെ തന്നെ നടുക്കുന്ന കാഴ്ചകളായിരുന്നു. ജനങ്ങളെല്ലാം യസീദിന്റെ ഭരണത്തിൽ എന്ന് വെച്ചാൽ ഖുലഫാ റാഷിദീങ്ങളുടെയും അതിനുശേഷം വന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഭരണത്തിൽ നിന്ന് വ്യതിരിക്തമായി കൊണ്ട് നീതിയില്ലാത്ത ഭരണങ്ങൾ നടക്കാൻ തുടങ്ങി. ജനങ്ങൾ യസീദിനെ കൊണ്ട് പൊറുതിമുട്ടി. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് അവശേഷിപ്പിച്ചു പോയ സുഗന്ധത്തിന്റെ നാമ്പ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിൽ നിന്ന് കത്തുകൾ വരാൻ തുടങ്ങി, പ്രതിനിധികൾ വരാൻ തുടങ്ങി. നിങ്ങൾ ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണം, യസീദിന്റെ ഭരണത്തിൽ ഞങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണം. ആദ്യമൊക്കെ ഇതിനെയൊക്കെ മഹാനവറുകൾ ഇല്ലായ്മ ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് വരുന്നില്ല, ഞാൻ ഭരണ സാമ്രാജ്യത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ടവരായ ആളുകളുമായി കൂടി ആലോചന നടത്തുന്നു. അങ്ങനെ യസീദിനെ ഉടമ്പടി ചെയ്യാൻ അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന സ്വഹാബത്തിന്റെ ഗണത്തിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്യൂല എന്ന് പറഞ്ഞത് 2 മനുഷ്യരാണ്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മറ്റേത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഇവർക്കെതിരെ പീഡനങ്ങൾ നടക്കാൻ തുടങ്ങി. അവിടുത്തെ ഗവർണർ നിർബന്ധമായും നിങ്ങൾ യസീദിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര വരുന്നു. എന്നാലും എൻ്റെ വല്ലുപ്പയായ റസൂലുള്ള ജീവിച്ച് ഞങ്ങളെ വളർത്തിയ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഞങ്ങൾ പോകുന്നു, എന്നാലും യസീദിനെ അംഗീകരിക്കുകയില്ല, യസീദിന്റെ ഭരണം നീതിയുക്തമായ ഭരണമല്ല എന്നതായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. അങ്ങനെ പോകുന്നു. അങ്ങനെ ആവശ്യങ്ങളെല്ലാം ശക്തിയായ സമയത്ത് മുസ്ലിം ബിൻ ഉഖൈൽ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ കുടുംബത്തിൽ വരുന്ന മുസ്ലിം ബിൻ ഉഖൈലിനെ പ്രതിനിധിയായി കൂഫയിലേക്ക് അയക്കുന്നു. മഹാനവറുകൾക്ക് അവിടെ വലിയ രൂപത്തിലുള്ള സ്വീകരണം കിട്ടി. 18,000 ആളുകളാണ് മഹാനവറുകളെ ബൈഅത്ത് ചെയ്ത് മഹാനവറുകളുടെ പിന്നാലെ കൂടിയത്. അങ്ങനെ ഈ വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഉഷാറാണ്, നിങ്ങൾക്ക് വരാൻ പറ്റിയ സമയമാണ് എന്നറിയുന്നു. അങ്ങനെ 18,000 ആളുകളുണ്ടല്ലോ എന്ന വിശ്വാസത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ആരംഭിക്കുന്നു. കൂടെ 80ഓളം ആളുകളുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ യാത്ര തന്നെ ക്ഷണിച്ചവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടുള്ള യാത്രയാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ളതല്ല, അധികാരത്തെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല. തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ, എൻ്റെ വല്ലുപ്പയായ റസൂലുള്ളാഹിൽ ആശ്രയം പുൽകിയിട്ടുള്ള ജനങ്ങൾ, അവർക്ക് ഞാനാണ് ആശ്വാസത്തിന്റെ വെട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്ര. ആ യാത്രയുടെ ഇടക്ക് വെച്ചുകൊണ്ടാണ് അന്ന് ചരിത്ര പ്രസിദ്ധമായ ചില സംഭവങ്ങൾ നടക്കുന്നത്. മുസ്ലിം ബിൻ ഉഖൈലിന്റെ ആഗമനം ഭരണാധികാരിയായ യസീദ് തിരിച്ചറിയുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വരുന്നുണ്ട് എന്നതും തിരിച്ചറിയുന്നു. അങ്ങനെ അന്നത്തെ ബസ്രയിലെ ഭരണാധികാരിയായിരുന്ന ഗവർണറായിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന നീചനായ മനുഷ്യനെ അന്ന് ആ കാലഘട്ടത്തിൽ കൂഫയിലെ കൂടി ഗവർണറാക്കി മാറ്റുന്നു. ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന്റെ രീതികൾ തീർത്തും തന്നെ വ്യതിരിക്തമായിരുന്നു. അങ്ങനെ ഉബൈദ് ഇബ്നു സിയാദ് അവിടേക്കെത്തിയ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനെതിരെ ശക്തമായ നടപടികൾ കൊള്ളുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ സൈനിക ഉപാധികളെ അവിടുത്തെ സൈന്യത്തിന്റെ തലവനായിക്കൊണ്ട് ഒരാളെ നിയമിക്കുകയും ആ നിയമിച്ചതിന്റെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്നവർ അവിടെ ഉമർ ഇബ്നു സഅദ്, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉമർ ഇബ്നു സഅദ് എന്ന് പറയുന്നവരെ സൈനിക തലവനായി വെക്കുന്നു. അവർ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനെതിരെ ആഞ്ഞടിക്കുകയാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹുവിലേക്ക് അടുത്താൽ
അവർക്കെതിരെ നീചമായ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പിന്നാലെ ഉണ്ടായിരുന്ന 18 ആളുകളും മഹാനവറുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. മഹാനവറുകൾ വീണ്ടും ഒറ്റക്കാകുന്നു. തൽഫലമായി മഹാനവറുകളെ മൃഗീയമായി വധിക്കുന്നു. ഈ വാർത്ത യാത്രയുടെ വഴിമധ്യത്തിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ കുതിക്കുന്നു. അങ്ങനെ ബഗ്ദാദിന്റെ തെക്ക് ഭാഗത്തുള്ള ഇറാഖിലെ പട്ടണമായ കർബല എന്ന് പറയുന്ന പ്രദേശത്ത് ഹിജ്റ 61-ാം വർഷം മുഹറം 10 ഇതുപോലെയുള്ള ഒരു വെള്ളിയാഴ്ചയുടെ പ്രഭാത സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ സഅദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തടയുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു മനോഹരമായി പറയുന്നുണ്ട്, ഞാൻ വന്നതൊരിക്കലും അധികാരം പിടിച്ചെടുക്കാനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ 3 ഉപാധികൾ മുന്നിലോട്ട് വെക്കുന്നു, 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. 1, എന്നെ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നിങ്ങൾ അനുവദിക്കണം. 2, അല്ലെങ്കിൽ നിങ്ങൾ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറാൻ എനിക്ക് അനുവാദം തരണം. 3, യസീദിനെ നേരിൽ കണ്ടുകൊണ്ട്, ഭരണാധികാരിയായ യസീദ് ബിൻ മുആവിയെ നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ എനിക്ക് സൗകര്യം ചെയ്തു തരണം. പക്ഷേ ഉമർ ബിൻ സഅദ് നീചനായ ഭരണാധികാരി, നീചനായ സൈനിക തലവൻ പറഞ്ഞു, ഇതൊന്നും അംഗീകരിക്കില്ല. നിങ്ങൾ യസീദിന് നിരുപാധികമായിട്ട് ബൈഅത്ത് ചെയ്യണം, കീഴടങ്ങണം. അഭിമാനിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ കീഴ്പ്പെടില്ല. ഞാൻ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോരയാണ്. നീചനായ ഭരണാധികാരിക്ക് കീഴ്പ്പെടുക എന്നത് എൻ്റെ ചിട്ടയല്ല എന്ന് പറയുകയും അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായി ഉമർ ബിൻ സഅദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വധിച്ചു കളഞ്ഞു. ഇന്നാ ലില്ലാഹ്. ചരിത്രം കരഞ്ഞുപോയി. കർബലയുടെ മണ്ണുകൾ കരഞ്ഞുപോയി. ഏതുവരെ എന്ന് ചോദിച്ചാൽ, മഹാനായ ഹുസൈൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തം നൽകിയ ആ തിരുശിരസ് ഖേദിച്ചുകൊണ്ട്, തൻ്റെ ഉടലും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ശിരസും രണ്ടാക്കി വെച്ചുകൊണ്ട് ആ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പട്ടണങ്ങളിലൂടെ നടന്നു ഉമർ ബിൻ സഅദിന്റെ സൈന്യം. ലോകം തന്നെ കരഞ്ഞുപോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടിത്തട്ടിലിട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് മൃഗീയമായി കൊല ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്ത് ഇനി ആരും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇതൊന്നുമല്ല ചരിത്രങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ എൻ്റെ ഹബീബിന്റെ സന്താന പരമ്പരയെ ഇല്ലാണ്ടാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ സംരക്ഷിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, 10,000-കണക്കിന് വരുന്ന സൈനികരോട് എങ്ങനെയാണ് 80 ആളുകൾ പോരാടുന്നത്. അങ്ങനെ യുദ്ധത്തിനായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കൊണ്ടുപോകുമായിരുന്നോ? ഇല്ല. ചതിയിലൂടെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കുഞ്ഞുങ്ങളെ കിടത്തി അതിൻ്റെ മുകളിലൂടെ കമഴ്ന്ന് കിടന്ന ഉമ്മമാരുണ്ട്. എന്തിന്? റസൂലുള്ളാഹിന്റെ ചോരകൾ ഇവിടെ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയും സംരക്ഷിച്ചവർ. അങ്ങനെ അതിൽ നിന്ന് മഹാനായ അലി ഇബ്നു സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അല്ലാഹു തആല തിരുനാളമായി അവശേഷിച്ചു. അവരിൽ നിന്നാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഹുസൈൻ കബീലയിൽ നിന്ന് വരുന്ന എല്ലാ തങ്ങന്മാരുടെയും കബീലകൾ നിലനിൽക്കുന്നത് അവരിൽ നിന്നാണ്. വിശാലമായി പറയേണ്ട ധാരാളം കാര്യങ്ങളുള്ള ചരിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള ദൗത്യം എന്ന് പറയുന്നത് മുഹറം 10-ന്റെ അന്ന് എന്നല്ല, എല്ലാ ദിവസവും നമ്മുടെ ദൗത്യം ആ സയ്യിദന്മാരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, നമുക്കുള്ള പിടിവള്ളികളായി അവരെ നിലനിർത്തുക എന്നുള്ളതാണ്.